തിരുട്ടു ഗ്രാമത്തിലെ കള്ളന്മാർക്ക് ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് അവരുടെ മോഷണം. അറിയാം തിരുട്ടു ഗ്രാമത്തിലെ അലിഖിത നിയമങ്ങളെക്കുറിച്ച്, റാംജി നഗർ ഗ്യാങ്ങിന്റെ ഉള്ളറകളെക്കുറിച്ച്. കള്ളന്മാരാണെങ്കിലും മോഷണത്തിന്റെ കാര്യത്തിൽ ചില പ്രത്യേകതകളുള്ള വിഭാഗമാണ് റാംജി നഗർ കോളനിയിലെ കള്ളന്മാർ. പട്ടാളക്കാരെയും പോലീസുകാരെയും ഡോക്ടർമാരെയും മോഷണത്തിൽ നിന്ന് ഇവർ ഒഴിവാക്കും. ഗർഭിണികളായ സ്ത്രീകളെയും കുട്ടികളെയും മോഷണത്തിൽ നിന്ന് തീർത്തും ഒഴിവാക്കും. ഗ്രാമത്തിലെ അമ്പലത്തിലെ പൂജയ്ക്ക് ശേഷം മാത്രമാകും മോഷണത്തിനായി ഇവർ പുറത്തിറങ്ങുക. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ സ്വർണവും പണവും ഒഴിച്ച് എന്ത് രേഖകൾ കിട്ടിയാലും മോഷണത്തിന് ഇരയാക്കപ്പെട്ടയാൾക്ക് അത് തിരികെ എത്തിക്കുകയും ചെയ്യും. റാംജി നഗർ സംഘത്തിന്റെ മോഷണ രീതികൾക്കും ചില പ്രത്യേകതകളുണ്ട്. കൂട്ടമായി ഒരു സ്ഥലത്തെത്തി ആളുകളുടെ ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുന്നതാണ് പരമ്പരാഗതമായുള്ള ഇവരുടെ രീതി. മോഷണ വസ്തുക്കൾ നിമിഷങ്ങൾക്കകം സ്ഥലത്ത് നിന്ന് കൈമാറ്റം ചെയ്യപ്പെടും. പകൽ മാത്രം മോഷണം നടത്തുന്നവരാണ് റാംജി നഗർ സംഘത്തിലെ മോഷ്ടാക്കൾ. എന്നാൽ കുറുവ സംഘത്തിൻ്റെ മോഷണ രീതിക്ക് ഉള്ള പ്രത്യേകത അവർ മുറിവേൽപ്പിച്ചോ കൊലപ്പെടുത്തിയോ മോഷണം നടത്തുമെന്നുള്ളതാണ്. ഒരാളെയും ശാരീരികമായി ഉപദ്രവിക്കില്ല എന്നുള്ളതും റാംജി നഗർ കള്ളന്മാരുടെ പ്രത്യേകതകളാണ്. റാംജി നഗർ ഗ്യാങ് മോഷണത്തിനിറങ്ങുന്നത് ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ്. അയാൾക്ക് കീഴിൽ 10ഓ അതിലധികമോ ആളുകൾ ഉണ്ടാകും. ക്യാപ്റ്റൻ ഓരോരുത്തർക്കും വേണ്ട ജോലികൾ നിർദ്ദേശിച്ചു നൽകും. ഈ മോഷണം മുതൽ എടുക്കുന്നതിനും പ്രത്യേകമായി ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാകും. ഈ മോഷണത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്നതും ഈ മോഷണം നടത്തുന്നയാൾക്കാണ്. എപ്പുരാൻ എന്നാണ് ക്യാപ്റ്റനെ വിശേഷിപ്പിക്കുക. ഇവർക്കിടയിൽ തന്നെ മോഷണ സമയത്ത് ഒരു പ്രത്യേക ഭാഷ ഉപയോഗിക്കും. വല്ലടൈ എന്നാണ് ഈ മോഷണത്തിന് ഇവർ പറയുന്ന പേര്. ടക് ടക് സംഘം എന്നാണ് ഡൽഹിയിൽ റാംജി നഗർ ഗ്യാങ് അറിയപ്പെടുന്നത്. വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസുകൾ കവണ വെച്ച് അടിച്ചു പൊട്ടിച്ച് ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുന്ന രീതിയാണ് ഡൽഹിയിൽ ഇവർക്കുള്ളത്. നേരത്തെ റാംജി നഗർ ഗ്രാമത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് സംഘത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതര ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു ക്യാപ്റ്റൻ മുന്നിട്ടിറങ്ങി മോഷണം നടത്തുന്നതാണ് രീതി. അത് ആളുകളെ തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ്. ക്യാപ്റ്റനാണ് ഗ്യാങ്ങിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ആരെങ്കിലും കേസിൽപ്പെട്ട് അകത്തായാൽ അവർക്ക് വേണ്ടി കേസ് നടത്തേണ്ടതും പൈസ ചെലവാക്കേണ്ടതും ക്യാപ്റ്റനാണ്. നേരത്തെ മോഷ്ടിച്ച മോഷണ മുതലിൻ്റെ ഒരു പങ്ക് ഇതിനായി ചെലവഴിക്കും. കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും റിക്കവറിക്കായി എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആദ്യം സംസാരിക്കുക ക്യാപ്റ്റനുമായിരിക്കും. അതിനുശേഷം മാത്രമാണ് ഗ്രാമത്തിനകത്ത് പ്രവേശിപ്പിച്ച് മോഷണ വസ്തുക്കൾ കണ്ടെത്തി തിരികെ എത്തിക്കാനാകും. അങ്ങനെ നീളുന്നു റാംജി നഗർ ഗ്യാങ്ങിൻ്റെ പ്രത്യേകതകൾ.